അയാൾ തനിച്ചിരുന്ന് ചിരിക്കുന്നു, തനിച്ചിരുന്ന് സംസാരിക്കുന്നു, തനിച്ചിരുന്ന് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ ആക്ച്വലി ആരോ ഒരാൾ അയാളോട് സംസാരിക്കുന്നുണ്ട്. അത്തരത്തിലെ ഹാലൂസിനേഷൻസിന് മറുപടി അയാൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹാലൂസിനേറ്ററി എക്സ്പീരിയൻസസ് ഒക്കെ അവർക്ക് ഉണ്ടാവാം. പിന്നെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. അപ്പൊ അയാളുടെ ചിന്തകളൊന്നും അയാൾക്ക് പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. അയാളുടെ ചിന്തകളെല്ലാം പുറത്ത് വ്യക്തികൾക്ക് അറിയാൻ കഴിയുന്നു. ടെലിപ്പതി മുഖേന തൻ്റെ ചിന്തകൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മനസ്സറിയും യന്ത്രം വെച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നു, സാറ്റലൈറ്റ് വഴിയായിട്ട് പിടിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് പറയുക. അതുമാത്രമല്ല, പലപ്പോഴും ഇവരുടെ ചിന്തകൾ നമുക്ക് ടി വിയിൽ സീരിയലിലൊക്കെ അയാളുടെ സ്റ്റോറിയാണ് വരുന്നത്. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യുന്ന അയാളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യുന്നു, റേഡിയോയിൽ വരുന്നു. ഇത്തരത്തിലുള്ള തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവാം. പിന്നെ ചിലർ പറയും, എൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ ആരോ വലിച്ചെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു. അതുപോലെ എൻ്റെ മനസ്സിലേക്ക് വേറെ ഏതോ സ്ഥലത്തുനിന്ന് ചിന്തകൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ചിന്തയല്ല, വേറെ ആരോ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ചിന്തകളാണ്. തോട്ട് ഇൻസർഷൻ എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളിൽ പ്രശ്നങ്ങൾ വരും. ക്രമമില്ലാത്ത സംസാരം, നമ്മളിപ്പം അവരെ സംസാരം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കണക്ഷനിലേറെയാണ് അവർ സംസാരിക്കുക. നമ്മളിപ്പോൾ അവരോട് തങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ നിറം ചുവപ്പാണെന്നൊക്കെ പറയും. നമ്മൾ ചോദിച്ച ചോദ്യം ആ പറയുന്ന ഉത്തരവായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഒരു കണക്ഷനില്ലാത്ത സംസാരം നമുക്ക് അവരിൽ നിന്ന് കേൾക്കും. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര സോഷ്യൽ വിട്രോവലാണ്. സ്കിസോഫ്രിനിയ ബാധിച്ചു കഴിഞ്ഞാൽ അവരവരുടെ റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥ വരും. വീട്ടിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല, വീട്ടുകാരായിട്ട് സംസാരിക്കില്ല, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല, പുറത്തേക്ക് പോകില്ല, കല്യാണങ്ങളോ മറ്റ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കില്ല, ജോലിക്ക് പോകില്ല. അപ്പൊ മൊത്തമായിട്ടുള്ള പിൻവലിയൽ നമുക്ക് ഇവർ കാണാം. ഈ പിൻവലിയൽ മാത്രമല്ല, പിന്നെ അവരുടെ ദൈനംദിന ദിനചര്യകളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ദിവസം കുളിക്കില്ല, മുടി ചെയ്യില്ല, നഖം വെട്ടില്ല, മുടി വെട്ടില്ല, താടി മുടിയൊക്കെ നീട്ടി വളർത്തി, കുളിക്കാതെ, ഡ്രസ്സ് മാറ്റാതെ, ഇങ്ങനെ വികൃതമായിട്ടുള്ള ഒരു വേഷവിധാനത്തിലാണ് ഇവരെ കാണാൻ കഴിയുക. പലപ്പോഴും ഈ റോട്ടിലൊക്കെ, പണ്ടൊക്കെ ബസ് സ്റ്റാൻഡിലും റോട്ടിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, അലഞ്ഞിരിയുന്ന ഇത്തരത്തിൽ തനിയെ ചിരിക്കുകയും സംസാരിക്കുകയും ആക്ഷനൊക്കെ കാണിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള സ്കിസോഫ്രിനിയ രോഗികളൊക്കെ നമ്മൾ പുറത്ത് കുറെ കാലം മുമ്പ് കണ്ടിരുന്നു, ഇപ്പം കാണാറില്ല. അങ്ങനെ തെരുവിൽ അലഞ്ഞ് തിരിയുന്ന ഒരു അവസ്ഥ ഈ സ്കിസോഫ്രിനിയ രോഗികൾക്ക് ഉണ്ടാകാം. പിന്നെ ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം തന്നെ സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ്. അങ്ങനെയാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ബ്ലോയിലർ പറയുന്നത്, ബ്ലോയിലറാണ് സ്കിസോഫ്രീനിയ എന്നുള്ള ആ പേര് കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള അസുഖത്തിന്. അപ്പൊ അതിന്റെ അർത്ഥം സ്പ്ലിറ്റ് മൈൻഡാണ്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ല കേട്ടോ. സ്പ്ലിറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന രീതിയിലല്ല അവരുടെ പെരുമാറ്റവും സംസാരമൊക്കെ ഉണ്ടാവുക. അപ്പോൾ മനസ്സ് ഒരു രീതിയിൽ പോകുന്നു, സംസാരം പെരുമാറ്റം വേറെ രീതിയിൽ പോകുന്നു. രണ്ടും തമ്മിലൊരു പൊരുത്തക്കേട് ഉണ്ടാവില്ല, ഒരു പൊരുത്തക്കേട് ഉണ്ടാവില്ല. അതായത് ഇവർ പറയുകയാണ്, ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവർ പറയുക. അത് മനസ്സിൽ ചിന്തിക്കുന്നു, പെരുമാറുന്ന രണ്ട് രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ നമുക്ക് കാണാം. ആ സന്ദർഭത്തിനും ഒക്കെ അനുസരിച്ചുള്ള പെരുമാറ്റങ്ങളാവില്ല ഇവരിൽ ഉണ്ടാവുന്നത്. പിന്നെ ഏറ്റവും പ്രധാന കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡെല്യൂഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള തോന്നൽ. അതായത് ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയും. എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു, വർഷത്തിൽ വിഷം കലർത്തുന്നു, എന്നെ പിന്തുടരുന്നുണ്ട്, ആരോ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്, എനിക്കെതിരെ തട്ടിക്കളയാനോ എന്നെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നു. അങ്ങനെയുള്ള ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ ഇവരുടെ ഇടയിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് സ്കിസോഫ്രീനിയയുടെ മൊത്തമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, ഭയങ്കരമായിട്ടുള്ളൊരു സോഷ്യൽ വിട്രോവൽ, പിൻവലിയൽ, പൊതുവെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കുറയുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. സ്കിസോഫ്രീനിയയുടെ സ്കിസോഫ്രീനിയ മാത്രമല്ല, മൊത്ത രോഗങ്ങളുടെ, ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളുടെ ചികിത്സയിലേക്ക് നമുക്കൊന്ന് ചരിത്രത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ചിത്രം ഒരാളെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ച് കെടുത്തിയിരിക്കുകയാണ്. ചിത്രം അത്ര വ്യക്തമല്ല എന്ന് തോന്നുന്നു അല്ലേ? ഇനി അടുത്തത് നമ്മളൊരു കത്തിയല്ലേ കാണുന്നത്, സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനം കേട്ടോ. അതെന്താ ചെയ്യുന്നത്?
ഇനി അടുത്ത് നമുക്ക് കാണുന്നത് ഒരു തലയോട്ടിയിൽ ഓട്ടയായിട്ട് കണ്ടോ, ട്രിപ്പൈനിങ് എന്ന് പറയും. അതായത് ഏറ്റവും പ്രാചീന ചികിത്സാ രീതിയാണ്. അതായത് ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളെല്ലാം ഏതോ ഭൂതപ്രേത പിശാചുക്കളെല്ലാം തലച്ചോറിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തലച്ചോറിൽ ഓട്ട തുളച്ച്, അന്ന് അനസ്തേഷ്യ ഒന്നുമില്ല, അത് 1700 1600 കാലഘട്ടത്തിലെ ചികിത്സയാണ്. അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ പിടിച്ച് ഈ ഓട്ട തുളച്ചോട് കൂടിയിട്ട് മിക്കവാറും ആളുകളെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും. അതാണ് അന്നത്തെ ഒരു പ്രാചീന ചികിത്സാ രീതി. പിന്നെ മതപരമായിട്ട് ചികിത്സാ രീതി ഇന്നും തുടർന്നു പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പിടിച്ച് കെട്ടിയിടുക, അടിക്കുക, പലതരത്തിലുള്ള മന്ത്രവാദങ്ങൾ ചെയ്യുക, ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതിയാണ്. പണ്ടത്തെ